ഹലോ ഗൈസ്, ഇന്ന് 100 ഡേയ്സ് ഓഫ് ചലഞ്ചിൻ്റെ 32 ഡേ ആണ്. ഇന്നത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിനും ബൈസെപ്സിനുമാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല, എഡിറ്റ് ചെയ്യാൻ സമയമില്ലായിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ക്ലോസ് ഗ്രിപ്പ് പുൾ ഡൗൺ ആണ്. അത് 10 മുതൽ 13 റെപ്പറ്റീഷൻ വരെ 4 സെറ്റ് വർക്കൗട്ട് ചെയ്യുക. മാക്സിമം കറക്റ്റ് പൊസിഷനിൽ തന്നെ വർക്കൗട്ട് ചെയ്യുക. രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൈൻ ഡമ്പൽ ഹാമർ കേൾ റോ ആണ്. അത് 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ അടിക്കുക. ക്ലോസ് ടു ഫെയിലിയർ അടിക്കുക. പൊസിഷൻ കറക്റ്റ് ആയിരിക്കണം. സ്ലോലി ചെയ്യുകയും വേണം. എന്നാലും കറക്റ്റ് ബാക്കിന് പിടിച്ചിറക്കുകയും വേണം. അപ്പോൾ എന്നാലും അതിലുള്ള കറക്റ്റ് ഫീലാകുമ്പോഴേ പമ്പ് കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞുള്ള വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ വർക്കൗട്ടാണ് കേബിൾ സീറ്റഡ് റോ ആണ്. മൂന്നാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെയാണ് ചെയ്യേണ്ടത്. അത് ക്ലോസ് ഗ്രിപ്പിൽ തന്നെയാണ് ചെയ്യേണ്ടത്. കറക്റ്റായിട്ട് ചെയ്യുക. കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ അനുസരിച്ചുള്ള പമ്പ് കിട്ടും. മുട്ട് ലേശം ബെൻഡ് ചെയ്യുക, മാക്സിമം ഇറങ്ങിയിരിക്കുക. അത് കഴിഞ്ഞുള്ള വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നാലാമത്തെ വർക്കൗട്ടാണ് ബെൻഡ് ഓവർ ബാർബൽ റോ ആണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ മാക്സിമം ക്ലോസ് ടു ഫെയിലിയർ അടിക്കുക. ലൈറ്റ് വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യുക, മാക്സിമം ഫെയിലിയർ അടിക്കുക. നാലാമത്തെ സെറ്റ് ഫെയിലിയർ ആയിരിക്കണം. അത് കഴിഞ്ഞുള്ള വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാമത്തെ വർക്കൗട്ടാണ് റോപ്പ് സ്ട്രൈറ്റ് ആം പുൾ ഡൗൺ ആണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെയാണ് ചെയ്യുന്നത്. മാക്സിമം പമ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ എൻഗേജ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുക. അത് കഴിഞ്ഞുള്ള വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറാമത്തെ വർക്കൗട്ടാണ് സിംഗിൾ ആം ഹൈ റോ ആണ്. മിഷനിൽ ചെയ്യുക. കറക്റ്റായിട്ട് വിങ്സിന് മിഷനിൽ ചെയ്യുക. കറക്റ്റായിട്ട് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ക്ലോസ് ഗ്രിപ്പാണ്. വൺ ഹാൻഡ് റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് സെയിം ഈച്ച് കൗണ്ട് കൊടുക്കുക. റെപ്പറ്റീഷൻ അതുപോലെ തന്നെ സ്ലോലി ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ പറ്റും ഏത് പാർട്ടാണ് പമ്പാവുന്നത്. അത് കഴിഞ്ഞുള്ള വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ബൈസെപ്സിൻ്റെ വർക്കൗട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഓൾട്ടർനേറ്റീവ് ഡമ്പൽ കേളാണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ചെയ്യുക. ക്ലോസ് ടു ഫെയിലിയർ ചെയ്യുക. ഓൾറെഡി വിങ്സിന് ബാക്കിന് കളിച്ചുകൊണ്ട് നല്ല പമ്പ് ബൈസിന് കിട്ടിയിട്ടുണ്ട്. പമ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് 6 വർക്കൗട്ടാണ് ബൈസെപ്സിനുള്ളത്. അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആം ഡമ്പൽ പ്രീ ആർച്ചർ കേളാണ്. രണ്ടാമത്തെ ബൈസിൻ്റെ വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ. അതും ക്ലോസ് ടു ഫെയിലിയറിലോട്ടായിരിക്കണം പോകേണ്ടത്. കോൺസെൻട്രേഷൻ ചെയ്യുക. 2 ഹാൻഡിലും ഞാൻ 20 കൗണ്ട് എടുത്തു. ലൈറ്റ് വെയിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് 4 സെറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 20 റെപ്പറ്റീഷൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. 10 മുതൽ 15 വരെ ചെയ്താലും മതി. ഞാൻ മാക്സിമം എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടിയാണ്, മസിൽ പമ്പ് ചെയ്യാൻ വേണ്ടി, ബൈസെപ്സിൻ്റെ മസിൽ പമ്പ് ചെയ്യാൻ വേണ്ടി ലെഫ്റ്റ് ഹാൻഡിൽ റൈറ്റ് ഹാൻഡിൽ 20 കൗണ്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ലൈറ്റ് വെയിറ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അവസാനം ക്ലോസ് ടു ഫെയിലിയർ ആയിരിക്കും വരുന്നത്. ക്ലോസ് ടു ഫെയിലിയർ ആയിരിക്കും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ് ടു ഫെയിലിയർ വെയിറ്റിലോട്ട് നമ്മൾ മാറുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് 4 സെറ്റ് ചെയ്യുന്നത്. ഇപ്പം എന്തിനാണെന്നുള്ള ഫെയിലിയർ നമ്മൾ വരുവാണ്. ഫീൽ ചെയ്ത് മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. ബൈസിനല്ല, ഏതൊരു വർക്കൗട്ടിനും. അത് കഴിഞ്ഞുള്ള വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ വർക്കൗട്ടാണ്. മൂന്നാമത്തെ വർക്കൗട്ട് സ്റ്റാൻഡിങ് ഡമ്പൽ വെയിറ്റർ കേളാണ്. അത് ഈ വീഡിയോ ഈ ഒരു പോർഷൻ കഴിയുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് മൂന്നാമത്തെ വർക്കൗട്ട്, സ്റ്റാൻഡിങ് ഡമ്പൽ വെയിറ്റർ കേളാണ്. നല്ല രീതിയിൽ പമ്പ് ചെയ്യുക. ഡമ്പൽ സ്റ്റാർട്ട് ചെയ്തത് 15 വെച്ചാണ്. അത് കഴിഞ്ഞുള്ള വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റഡ് ഡമ്പൽ ഹാമർ കേളാണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെയാണ് ചെയ്യേണ്ടത്. അതും ക്ലോസ് ടു ഫെയിലിയർ ആണ്. സീറ്റഡ് ആയതുകൊണ്ട് ഇച്ചിലൂടെ എൻഗേജ്ഡ് കിട്ടും. അത് കഴിഞ്ഞിട്ടുള്ള വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ആർച്ചർ കേളാണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ചെയ്യുക. ക്ലോസ് ടു ഫെയിലിയർ. ബൈസ് മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രീ ആർച്ചർ ചെയ്യാവുള്ളൂ. ഇപ്പോൾ നല്ല രീതിയിലുള്ള പമ്പ് നിങ്ങൾക്ക് കിട്ടും. അത് കഴിഞ്ഞുള്ള വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡമ്പൽ ഇൻക്ലൈൻ ഹാമർ കേളാണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെയാണ് ചെയ്യുന്നത്. ഡമ്പലിലാണ് ചെയ്യുന്നത്. ക്ലോസ് ടു ഫെയിലിയറിലോട്ട് പോവുക. ഇപ്പോൾ 32 ഡേയ്സിൽ വർക്കൗട്ട് മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇന്നലെ ഇടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇന്നലത്തെ വീഡിയോയും ഇന്നത്തെ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയോട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.